അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, വളരെ വേണ്ടപ്പെട്ട മഹബീങ്ങളെ, ഒരുപാട് പേര് ഒരുപാട് വിഷയങ്ങൾ കമന്റിൽ ഞങ്ങൾ ഓർക്കണം, ചേർക്കണം, ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരെയും ഓർക്കുന്നുണ്ട്. എല്ലാവർക്കും അല്ലാഹു ഖൈർ നൽകട്ടെ. നമ്മുടെ എല്ലാ മുറാദും അല്ലാഹു ഹസ്സലാക്കട്ടെ. പരിശുദ്ധ റമദാൻ അനുകൂലമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമദാനിൽ നമ്മളെല്ലാം ആക്റ്റീവായി ചെയ്യുന്ന, വലിയ താല്പര്യത്തോടെ ചെയ്യുന്ന അമലാണ് പരിശുദ്ധമായ തറാവീഹ് നിസ്കാരം. ഈ തറാവീഹ് നിസ്കാരം നിസ്കരിക്കുന്നവർക്ക് പോലും പലർക്കും 100 മാർക്കില്ല, 50 മാർക്ക്, 20 മാർക്കൊക്കെ വാങ്ങിക്കൊണ്ടു പോകുന്ന ആളുകളുണ്ട്. തീരെ തറാവീഹ് നിസ്കരിക്കാൻ പറ്റാത്ത രോഗികളായ ആളുകൾ ഒരുപാടുണ്ട്. അവർക്ക് ഒരു കൂലിയും കിട്ടാതെ പോകുന്നുണ്ട്. ചെറിയ മനസ്സ് കൊടുത്താൽ അവർക്കും കൂലി വാങ്ങാൻ പറ്റും. പ്രത്യേകിച്ച് സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം തറാവീഹ് നിസ്കരിക്കാൻ വേണ്ടി മറ്റു വീടുകളിലേക്ക് പോകുന്നുണ്ട്. അവർക്ക് തറാവീഹ് നിസ്കാരത്തിന്റെ കൂലി ഇല്ല, പ്രതിഫലം കിട്ടുന്നില്ല എന്ന് ഞങ്ങൾ കേട്ടു. അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ ഉസ്താദ്? ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ഹ്രസ്വമായ ഒരു ചർച്ച, ഡിസ്കസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. ആദ്യാവസാനം കേൾക്കണം, കേട്ടാൽ പോരാ, മറ്റുള്ളവർക്ക് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കണം. പ്രത്യേകിച്ച് കമന്റ് നിർബന്ധമായിട്ട് രേഖപ്പെടുത്തണം, ലൈക്ക് ചെയ്യണം. ഒരുപാട് പേർക്ക് ക്ലാസ് പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാഹ്. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. തറാവീഹ് നിസ്കാരം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമദാനിൽ മുസ്ലിം ഉമ്മത്തിന് നമുക്ക് അല്ലാഹു പ്രത്യേകം നൽകിയ ഒരു നിഅമത്താണ്. ഈ നിഅമത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബ. 2 കണ്ടീഷൻ ഉണ്ടെങ്കിൽ, ഈമാൻ വിശ്വാസമുണ്ട്, പ്രതിഫലം മോഹിക്കുന്നുണ്ടെങ്കിൽ, എല്ലാ സഹോദര സഹോദരിമാർക്കും എല്ലാവർക്കും തീർച്ചയായും ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. പരിശുദ്ധമായ തറാവീഹ് നിസ്കാരം പൂർത്തീകരിക്കലോടെ സകല പാപങ്ങളും, കഴിഞ്ഞുപോയ ജീവിതം സംഭവിച്ചു പോയ ഹറാമുകളൊക്കെ അല്ലാഹു മാപ്പ് ചെയ്തു തരുമെന്നാണ് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പറഞ്ഞ നിസ്കാരം തറാവീഹ് നിസ്കാരമാണെന്ന് ഇമാം നവവി തങ്ങളെ പോലുള്ളവർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും അള്ളാഹുവിന്റെ അർശ്, മനോഹരമായ അർശിന്റെ ചുറ്റുഭാഗത്ത് മനോഹരമായ ഒരു താഴ്വര, ഹലീറത്തുൽ ഖുദ്സ് എന്നാണ് ആ താഴ്വരയുടെ പേര്. പ്രകാശത്താൽ തിളങ്ങുന്ന താഴ്വരയാണ്. അവിടെ നിറച്ചു മലക്കുകൾ. അവരുടെ പണി എന്തെന്നറിയോ? ഒട്ടും വിശ്രമമില്ലാതെ അവര് റെസ്റ്റ് എടുക്കാതെ ഇങ്ങനെ അമൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ റമദാനിന്റെ ആദ്യത്തെ തറാവീഹിന്റെ സമയമാകുമ്പോഴേക്ക് അവർ അള്ളാഹുവിനോട് ഒരു കുഞ്ഞു റിക്വസ്റ്റ്. എന്താ? അള്ളാഹുവെ, ഞങ്ങൾ തറാവീഹ് നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങളുടെ അടുത്തേക്കൊന്ന് പോയിക്കോട്ടെ റബ്ബേ, അവരുടെ കൂടെ ഞങ്ങൾ നിസ്കരിച്ചോട്ടെ, അവരുടെ ശരീരത്തിൽ നിങ്ങളൊന്ന് ഒട്ടി നിന്നോട്ടെ എന്നൊരു സമ്മതം ചോദിക്കുന്നുണ്ട്. അള്ളാഹു സമ്മതം കൊടുക്കും. ആ ഹലീറത്തുൽ ഖുദ്സിലെ മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരും, പള്ളികളിലേക്ക് വരും, വീട്ടിൽ നിസ്കരിക്കുന്ന ഉമ്മമാരുടെ അടുത്ത് വരും, ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന തറാവീഹ് നിസ്കരിക്കുന്നവരുടെ അടുത്ത് വരും, കൂട്ടമായിട്ട് എല്ലാവരുടെ അടുത്തും ചാരത്ത് ഈ പറയുന്ന മഹാന്മാരായ മലക്കുകൾ വരും. എന്നിട്ട് മലക്കുകൾ നമ്മൾ ഒറ്റക്കാണെങ്കിലും കൂട്ടത്തിലാണെങ്കിലും നമ്മുടെ കൂടെ ഓരോ മലക്കുകൾ വന്നിട്ട് നമ്മുടെ തോളിൽ ടച്ച് ചെയ്ത് ഇങ്ങനെ നിൽക്കും. നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു മലക്കിന്റെ ശരീരം ടച്ച് ചെയ്താൽ നമ്മൾ അറിയില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ അവർക്ക് പരാജയം ഉണ്ടാകില്ല. ജീവിതത്തിൽ, ജോലിയിൽ, കുടുംബത്തിൽ, കച്ചവടത്തിൽ, മക്കളിൽ ഒരു പരാജയം ഉണ്ടാവില്ല. അവർ അക്കാരണം കൊണ്ട് വിജയിക്കും എന്നാണ് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ മഹാന്മാരെ സ്വഹാബത്ത് പറഞ്ഞിരുന്നത്. വലിയ എഫക്റ്റാണ്. ഈ ഹദീസ് കേട്ടപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു ആവേശം കൊണ്ടിട്ട് തറാവീഹ് നിസ്കാരം ജമാഅത്തായിട്ട് അങ്ങനെ ഒരു സെറ്റപ്പായിട്ട് പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ചർച്ച കാണാം. ഏതായിരുന്നാലും സ്വഹാബത്തിന് ആവേശമായ ഹദീസാണ്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ തറാവീഹ് നിസ്കാരം ഏറ്റെടുക്കുകയാണ്. ഒരു ദിവസം മുടങ്ങാൻ പാടില്ല. ഒരു ദിവസം മുടങ്ങിയാലോ, കാരണം കൊണ്ട് മുടങ്ങിപ്പോയാൽ നമുക്ക് പകലിലോ രാത്രിയോ എപ്പോഴെങ്കിലും അത് ഖളാ വീട്ടാൻ പറ്റും. മുഴുവനായിട്ട് ഖളാ വീട്ട, കുറച്ച് റക്അത്താണ് പോയത്, 6 റക്അത്ത് ഖളാ വീട്ട, ഒന്നും വിരോധമില്ല. ഒറ്റക്ക് നിസ്കരിക്കാം തറാവീഹ് നിസ്കാരം. ഞാൻ ഒറ്റക്കാണല്ലോ, അല്ലാഹ് ഒഴിവാക്കരുത്. ഞാൻ രോഗിയായിട്ട് കിടക്കുകയാണ്, അല്ലെങ്കിൽ പിന്നെ ഇശാ നിസ്കാരം അത്യാവശ്യം നിസ്കരിക്കുകയാണ്, പിന്നെ നിന്ന് നിസ്കരിക്കാൻ നീ പറ്റൂല, ഇരിക്കാം. പിന്നെയോ ഒരു രക്ഷയില്ല, 2 റക്അത്തെങ്കിലും മിനിമം നിസ്കരിക്കാൻ പാടില്ല. ഇപ്പൊ തലാറക്കാണ്, കാലിന് വയ്യ, 2 റക്അത്തെങ്കിലും തറാവീഹിൽ നിന്നുള്ള 2 റക്അത്ത് മതിയല്ലോ മിനിമം. ആ ഒരു പുണ്യത്തിൽ നമ്മൾ പങ്കാളിയാണ്. ആരും ഒഴിവാകരുതെന്ന് ഞാൻ പറയുന്നത്. പിന്നെ ഒട്ടും പറ്റാത്തവരാണെങ്കിലോ, തീരെ പറ്റാത്തവരാണ്, ഇരുന്നും കിടന്നൊന്നും പറ്റാത്ത ഒരവസ്ഥയാണെങ്കിൽ പോലും അതിന് കൊതി വെക്കണം. അല്ലാഹു, എനിക്ക് ആഗ്രഹമുണ്ട്. വലിയ സൗഭാഗ്യമാണ് ആദ്യത്തെ തറാവീഹ് നിസ്കരിക്കുന്ന, അതായത് റമദാന്റെ ആദ്യത്തെ തറാവീഹ് നിസ്കരിക്കാൻ ഭാഗ്യം ലഭിച്ചവർ. ഒരു പക്ഷേ ക്ലാസ് കേൾക്കുന്നത് കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ആദ്യത്തെ തറാവീഹ് നഷ്ടപ്പെട്ടാൽ ഖളാ വീട്ടണം. എപ്പോഴെങ്കിലും പകലോ രാത്രിയോ. കാരണം ആദ്യത്തെ തറാവീഹ് നിസ്കരിക്കുന്നവരോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, കയൗമ വലദതുഹു ഉമ്മുഹു. ഉമ്മ കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോഴുണ്ടാകുന്ന ആ കുഞ്ഞിന്റെ അവസ്ഥയില്ലേ, ഒരു തെറ്റുമില്ലാത്ത അവസ്ഥ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അവസ്ഥ, ആ അവസ്ഥയിലേക്ക് മാറാൻ പറ്റുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു സൗഭാഗ്യം തരട്ടെ. അപ്പോൾ അതാണ്, എത്ര വലിയ പവറാണ്. അപ്പൊ ഈ തറാവീഹ് നിസ്കാരം സാധാരണക്കാരായി നമുക്കൊക്കെ ഒരുപാട് ഓതാനൊന്നും അറിയില്ല, ഒരുപാട് ദുആകളൊന്നും അറിയില്ല, ഒരു കുഴപ്പമില്ല. ഫാത്തിഹ അറിയാലോ, മിനിമം ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് അറിയാലോ,
മതിയാകും. അത് തന്നെ അധികമാണ്. ഇനി ഫാത്തിഹ മാത്രമേ അറിയൂ, ഒരു കുഴപ്പമില്ല. തറാവി നിസ്കാരം ഞാൻ പറയുന്നത് എന്താണെന്നറിയോ, തറാവി നിസ്കാരം 20 റക്അത്താണ്. കഴിയുന്നവർ 20 റക്അത്ത് കംപ്ലീറ്റ് ചെയ്ത് നിസ്കരിക്കണം. പിന്നെ രോഗികൾ പറ്റാത്തവർ അവർ മിനിമം അവരെ കൊണ്ട് കഴിയുന്ന പോലെ 2, 4, 6 ഒക്കെ നിസ്കരിക്കാം. പക്ഷെ 20 റക്അത്താണ് അതിന്റെ പൂർണ്ണത എന്ന് പറയുന്നത്. 20 റക്അത്ത് തറാവി നിസ്കാരം എന്നുള്ള നിയ്യത്ത് എഴുത്തിക്കാതുള്ള വിശ്വാസമുള്ള ഒരാൾക്ക് മനോഹരമായിട്ട് നിസ്കരിക്കാം. ഒരു കുഴപ്പമില്ല, കൂലിയെല്ലാം വാങ്ങാൻ പറ്റും. അപ്പൊ ഞാൻ പറയാം നിങ്ങളോട്, എല്ലാവർക്കും നിസ്കരിക്കാം. ഒറ്റക്കായിക്കോട്ടെ കൂട്ടമായിട്ടായിക്കോട്ടെ. മിനിമം എന്ത് ചെയ്യണം എന്നറിയോ, സാധാ സുന്നത്ത് നിസ്കാരമല്ലേ 2 റക്അത്ത്, സാധാ സുന്നത്ത് നിസ്കാരം, ആ നിസ്കാരം പോലെ തന്നെ ഒരു മാറ്റമില്ല. തറാവി നിസ്കാരത്തിൽ ഒരു മാറ്റമില്ല. അപ്പൊ ളുഹറിന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കൂലേ, സെയിം ടു സെയിം, നീയത്ത് മാത്രമേ മാറുന്നുള്ളൂ. ളുഹറിന് മുമ്പാകും, ളുഹറിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം എന്ന് പറയുന്നു. തറാവി നിസ്കാരമാവും, തറാവീഹിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി ഖിബ്ലക്ക് മുന്നിട്ട് അതായിട്ട് ഞാൻ നിസ്കരിക്കുന്നു. ഇമാമാണെങ്കിൽ ഞാൻ ഇമാമായിട്ട് നിസ്കരിക്കുന്നു, ഇമാമിന്റെ പിറകിലാണെങ്കിൽ ഇമാമോട് കൂടെ എന്ന് പറയുന്നു. അൽഹംദുലില്ലാഹ്, റാഹത്താണ്. ഒറ്റക്കും നിസ്കരിക്കാം, ഒരു കുഴപ്പമില്ല. ഇതാണ് നിയ്യത്ത്, ഇത് മാത്രമേ മാറ്റുള്ളൂ. ഇനി ഓരോ ഈ 2 റക്അത്ത് കഴിയുമ്പോൾ സലാം വീട്ടി അങ്ങനെ 20 റക്അത്ത്. അപ്പൊ 10 സലാം വീട്ടിലൂടെ 20 റക്അത്ത് പൂർണ്ണമാകും. ഈ 2 ആകുമ്പോൾ അവിടെ വേറെ ഇടയിൽ സ്വലാത്ത് ചൊല്ലൽ, ദിക്ർ ചൊല്ലൽ ഒന്നും തറാവീഹിന്റെ അടിസ്ഥാന ബാധ്യതയല്ല. അതെല്ലാം പുണ്യം കിട്ടുന്നതാണ്, സൗകര്യം പോലെ ചെയ്യാം. അല്ലാത്തവർക്ക് 2 ഇങ്ങനെ നിസ്കരിച്ചു പോകാം, സാധാരണ നിസ്കാരത്തെ പോലെ, ഒരു കുഴപ്പമില്ല. പക്ഷെ 100 മാർക്ക് കിട്ടണമെങ്കിൽ മിനിമം എന്ത് ചെയ്യണമെന്നറിയോ, പള്ളിയിൽ നിസ്കരിക്കുന്നവർക്ക് പോലും തറാവീന് 50 മാർക്ക്, 70 മാർക്ക്, 25 മാർക്ക് അങ്ങനെ ആയി പോകും. എന്തുകൊണ്ടാ? തറാവി നിസ്കാരത്തിന്റെ കൈകെട്ടി നിയത്ത് ചെയ്ത് അല്ലാഹു അക്ബർ കൈകെട്ടിയാൽ പിന്നെ ഉടൻ തന്നെ ഫാത്തിഹയിലേക്ക് കിടക്കുന്ന ഒരു ശൈലിയുണ്ട്. അത് ഇമാമാണെങ്കിലും മമ്മൂമാണെങ്കിലും പാടില്ല, കറാഹത്താണ്. അപ്പോ കഴിയുമെങ്കിൽ വജ്ജഹത്തു വജ്ഹിയലില്ലദി ആ ദുആഉൽ ഇഫ്തിതാഹ് ഓതാ. അല്ലെങ്കിൽ ചുരുക്കിയാണെങ്കിലോ സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അങ്ങനെ ചുരുക്കി ഓതാ. അത് വജ്ജഹത്തിന് പകരമാണ്. അത് ഓതിയിട്ട് നമ്മൾ അഊദു ഉൾപ്പെടെ ഫാത്തിഹ തീർച്ചയായിട്ടും ഓതണം. ഇപ്പോ ഇമാമിന്റെ കൂടെ നിസ്കരിക്കുകയാണെങ്കിൽ ഇമാമാണ് ഫാത്തിഹയും സൂറത്ത് ഓതേണ്ടത്. മൗമൂമിങ്ങളോ സൂറത്ത് ഓതണ്ട, ഫാത്തിഹ മാത്രം പിന്നിൽ നിന്ന് ഓതിയാൽ മതി. അത് പ്രത്യേകം ഓർക്കണം. ഒരു സൂറത്ത് ഓതൽ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവർക്ക് ഇമാമിന് സുന്നത്താണ്, ഇമാമിന്റെ പുറകിൽ നിസ്കരിക്കുന്നവർക്ക് സൂറത്ത് സുന്നത്തില്ല. അപ്പോൾ ബാക്കി സാധാരണ പോലെ തന്നെ. പിന്നെ അവസാനം നമ്മൾ അത്തഹിയാത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ തറാവീഹിന്റെ ഓരോ 2 റക്അത്തിലും നമ്മൾ സലാം വിട്ടാനുള്ള അത്തഹിയാത്തിൽ ഇരിക്കുമല്ലോ, ആ അത്തഹിയാത്ത് ലാസ്റ്റ് ഫൈനൽ അത്തഹിയാത്ത് പോലെ തന്നെ ഇരിക്കണം. അതായത് ജുലൂസ് തവറുക്കിന്റെ ഇരുത്തമുണ്ടല്ലോ, അതായത് നമ്മൾ ളുഹർ നിസ്കരിക്കുമ്പോൾ ലാസ്റ്റ് അവസാന അത്തഹിയാത്തിൽ ഇരിക്കുന്ന ഇരുത്തം തവറുക്കിന്റെ ആ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. അതാണ് സുന്നത്ത്. പലപ്പോഴും നമ്മൾ ഒന്നാമത്തെ തഹിയാത്തിൽ ഇരിക്കുന്ന പോലെ എന്നിട്ടാണ് സലാം വിട്ടുന്ന തറാവീഹി. അത് ഇമാമികൾ പോലും ചെയ്യുന്നു പോകുന്നുണ്ട്, വലിയ നഷ്ടമാണ്. കാരണം ഒരു സുന്നത്തിന് ഫർദിന്റെ കൂലിയ. ഇതിനാ എന്റെ പ്രിയപ്പെട്ടവർ ഇത്രയും ഫർദിന്റെ കൂലി നമ്മൾ കളയുന്നു. അപ്പോൾ ഓരോ 2 റക്അത്തിലും അത്തഹിയാത്തിൽ ഇരിക്കുമ്പോൾ തവറുക്കിന്റെ ഇരുത്തം ഇരിക്കുക, ലാസ്റ്റ് അത്തഹിയാത്തിന്റെ ഇരുത്തം അത് സുന്നത്താണ്, മുടങ്ങാൻ പാടില്ല, നഷ്ടപ്പെടാൻ പാടില്ല. പിന്നെ അത്തഹിയാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ സയ്യിദിനാ മുഹമ്മദ് ആ സ്വലാത്തോടു കൂടെ നിർത്തിയിട്ട് സലാം വിട്ടാൻ പാടില്ല, അത് കറാഹത്താണ്. മിനിമം എന്ത് ചെയ്യണം എന്നറിയോ, ലാസ്റ്റ് ഒരു ചെറിയ ദുആയില്ലേ, അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹിയ വൽ മമാത്ത് വമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ. ആ ദുആയെങ്കിലും മിനിമം ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ കറാഹത്താണ്. ആലോചിച്ച് നോക്കി, ഇത്രയും നിസ്കരിച്ചു വന്നിട്ട് പോരിശാക്കപ്പെട്ട റമദാനിൽ മാത്രമുള്ള നിസ്കാരം, ആ അവസാനത്തെ ദുആ നമ്മൾ ഒഴിവാക്കുക, നമ്മുടെ കാര്യം ഖബറിന്റെ കാര്യം ചോദിക്കുന്നത് ഒഴിവാക്കുക, ഇത്ര വലിയ നഷ്ടമാണ്. ഇനി അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയാൽ 2 കൈ കൊണ്ട് മുഖം തടവുക, അത് പ്രത്യേകം സുന്നത്തുള്ള പുണ്യമുള്ള കാര്യമല്ലേ. ഒരു സുന്നത്തിന് ഫർദിന്റെ കൂലിയല്ലേ. ഓരോ 2 റക്അത്തിലും നിയ്യത്ത് വെക്കണം. ഇമാമ സ്പീഡാണെന്ന് പറഞ്ഞ് തഴവസ്താക്ക പറഞ്ഞ പോലെ കടാന്നും പറഞ്ഞിട്ട് നിസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട സുന്നത്തുകളൊക്കെ ഇങ്ങ് റിമൂവ് ചെയ്തുകൊണ്ട് നിസ്കരിക്കുക, അത് ബിദ്അത്താണെന്ന മോശപ്പെട്ട സംസ്കാരമാണ്. അപ്പൊ നമുക്ക് നിസ്കാരം ചുരുക്കാം, അത്യാവശ്യം സ്പീഡൊക്കെ ആക്കാം, പക്ഷേ അതിന്റെ അടിസ്ഥാന മൂല്യങ്ങൾ പോകാൻ പാടില്ല. ഇമാമികൾ ശ്രദ്ധിക്കണം, ഞാൻ ശ്രദ്ധിക്കണം, നമ്മളൊക്കെ ശ്രദ്ധിക്കണം. അങ്ങനെ മനോഹരമായി നിസ്കരിക്കാം. സഹോദരിമാരോട് ഒറ്റ വാക്ക് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ, പ്രിയപ്പെട്ട ഉമ്മമാരെ, നമുക്ക് തറാവി നിസ്കാരത്തിന്റെ ഏറ്റവും അഫ്ളലായ പുണ്യം വേണോ ഇക്കൊല്ലം? നമ്മുടെ വീട്ടിൽ നിസ്കരിക്കണം. മറ്റുള്ള സ്ഥലത്തേക്ക് പോയാൽ ജമാഅത്തായിട്ട് നടക്കും, നിസ്കാരം നടക്കും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അഫ്ളൽ ഏറ്റവും പുണ്യം കിട്ടുന്നതിനെതിരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് ഒന്ന് സംശയം ചോദിച്ചാൽ, എവിടെയാണ് തറാവീഹ് ഏറ്റവും പുണ്യം? ഖഅറു ബുഊതിഹിന്നാന, അവരവരുടെ വീടിന്റെ ഉള്ളിലാണ്. ഈ റഹ്മത്തിന്റെ ഹദീറത്തുൽ ഖുദ്സിൽ നിന്ന് മലക്കൾ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ആരുടെയെങ്കിലും ടെറസിന്റെ മുകളിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാകരുത്. കഴിയുമെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വരട്ടെ മലക്കുകൾ. നമുക്ക് എത്ര മനോഹരമാണ്. നമ്മുടെ വീട്ടിലെ കുട്ടികളോട് കൂടെ അല്ലെങ്കിൽ ഒരു ഉമ്മ ഒറ്റക്ക് ഏറ്റവും അഫ്ളലാണ്. അതായത് ഹറമിൽ നിസ്കരിക്കുന്നതിനേക്കാൾ ഏറ്റവും അഫ്ളൽ അവരുടെ വീട്ടിന്റെ ഉള്ളിലാണ്. തർക്കമില്ലാത്ത വിഷയമല്ലേ. അപ്പോൾ ആ പുണ്യത്തിന് വേണ്ടി മറ്റുള്ളിടത്തേക്ക് നമ്മൾ നമ്മുടെ സംസ്കാരക്കുപ്പായവുമായി യാത്ര പോകേണ്ടതിന്റെ പകരം ഇക്കൊല്ലം നമ്മൾ വീട്ടിലാക്കാൻ ശ്രമിച്ചാൽ എത്ര മനോഹരമാണ്, എത്ര സന്തോഷമാണ്. അതിനാണ് ഏറ്റവും പുണ്യം. മറ്റേ നിസ്കാരം ബാത്തിലാകൊന്നുമില്ല, പക്ഷേ
പുണ്യം ഒരുപാട് നഷ്ടപ്പെട്ടു പോകും. അതുകൂടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു കൃത്യമായിട്ട് പ്രോപ്പറായി എല്ലാ ബറക്കത്തും തറാവീഹിനെ നമ്മുടെ കുടുംബത്തിൽ നമുക്ക് കിട്ടുന്ന തരത്തിൽ നിസ്കരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. മാക്സിമം തറാവീസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമൊക്കെ ടച്ച് ചെയ്തിട്ടുണ്ട്. പരമാവധി കൂലി നേടണം. പരിശുദ്ധമായ ആദ്യത്തെ തറാവീഹിന്റെ പുണ്യം മുതൽ അവസാനത്തെ തറാവീഹിന്റെ പുണ്യം വരെ നമ്മൾ നേടണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആരോഗ്യം അള്ളാഹുവിന്റെ ദ്വാരക്കണം. അള്ളാഹുവേ ഈ കൊല്ലത്തെ എല്ലാ തറാവീഹിന്റെ പുണ്യം എനിക്ക് നൽകണേ അള്ളാഹ്. അപ്പൊ എന്തെങ്കിലും കാരണവശാൽ ഏതെങ്കിലും റക്അത്ത് മുടങ്ങിപ്പോയാലും അള്ളാഹു കൂലി പൂർണ്ണമായിട്ട് ഇപ്പോൾ തരും. അള്ളാഹു നിയ്യത്ത് വെക്കണം. അള്ളാഹു സഹായിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ എല്ലാവർക്കും നമുക്ക് ഇതേപോലെ സംഗമിക്കണം. എല്ലാവരും കാതോർക്കണം, ദുആ ചെയ്യണം. എല്ലാവർക്കും ദുആ ചെയ്യുന്നു. എല്ലാവർക്കും ബറക്കത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.